അപ്പോൾ നമുക്കിപ്പോൾ ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് കളിക്കാം. അതായത് ഞാൻ 10 ചോദ്യങ്ങൾ ചോദിക്കും, സാറിന് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സാറിന് പറയാം. ഓക്കെ? യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? അങ്ങനെ ഒരു സ്ഥലമില്ല, എനിക്ക് എല്ലാ സ്ഥലവും ഇഷ്ടമാണ്. തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചിട്ടാണ് പോകുന്നത്. പുതിയ അറിവുകളും അനുഭവങ്ങളും തരുന്ന ദരിദ്രമായ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോയതിൽ ഇഷ്ടപ്പെടാത്ത സ്ഥലം? നമ്മൾ പഠിക്കാതെ പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത്. ശരി. ഞാൻ അവിടുത്തെ സർവ്വ കാര്യങ്ങളും പഠിച്ചിട്ടാണ് പോകുന്നത്. ഇനിയും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? ചൈനയുടെ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ ഇനിയും പോകാനുണ്ട്. അതുകൊണ്ട് ചൈന പോകും. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഞാൻ ഇപ്പോൾ പോയിട്ടില്ല. പിന്നെ ചില ഓഷ്യാനിയ എന്ന് വെച്ചാൽ പസഫിക്കിലെ പല വിദൂര ഐലൻഡ്സ് ഉണ്ട്, അവിടെയൊന്നും പോയിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ട്രാവൽ ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഉള്ളത് ഏത് സ്ഥലത്താണ്? എത്യോപ്യയിലെ ഇഞ്ചറയെക്കുറിച്ചും തോറാക്കിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ആളുകൾ കാണുകയും അത് പോയി അതിനുശേഷം അത് പോയി കണ്ട് കഴിക്കുക, അവിടെ പോയി കഴിക്കുകയൊക്കെ ചെയ്ത ധാരാളം മലയാളികളുണ്ട്. റഷ്യൻ ഫുഡ്, റഷ്യൻ അല്ല, ശരിക്കും പറഞ്ഞാൽ അത് അർമേനിയൻ ഫുഡാണ്. ഷഷ്ലിക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രില്ല് ചെയ്ത മാംസം. പിന്നെ മൊറോക്കൻ ചില വിഭവങ്ങൾ എനിക്കിഷ്ടമാണ്. ഇഷ്ടപ്പെടാത്ത ഫുഡ്? യൂറോപ്പിൽ സ്ഥിരം കിട്ടുന്ന കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ബർഗർ പോലുള്ള വിഭവങ്ങൾ. സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളുള്ള സ്ഥലം? ഹോസ്പിറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ? ചൈനയിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. സുന്ദരന്മാരുള്ള സ്ഥലം എവിടെയാണ്? ഗ്രീസിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ സാർ ഇന്ത്യയിൽ പോയതിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ് ഏതായിരുന്നു? അല്ല, നമ്മുടെ സ്റ്റേറ്റ് തന്നെയാണ് എനിക്ക് ആണല്ലേ ഉള്ളതിലേറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ്. ഇന്ത്യയിലത്തെ അധികം ഇഷ്ടപ്പെടാത്ത ഒരു സ്റ്റേറ്റ്? ഹൈപ്പുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടൂറിസത്തിന്റെ ഏറ്റവും ഉദാത്തമായ സ്ഥലം എന്നൊക്കെ പറയുന്നത് ഗോവയാണ്. പക്ഷെ എനിക്കിപ്പോൾ ചെന്നാൽ ഗോവ ഇഷ്ടമല്ല. MBFL-നെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? മനുഷ്യരെ കാണുക, ചിരിക്കുക, വർത്തമാനം പറയുക. പരിചയമില്ലാത്ത ആളുകളുടെ ഒപ്പം 1 മണിക്കൂർ ഒരു വേദിയിൽ, അടുത്ത 1 മണിക്കൂർ മറ്റൊരു വേദിയിൽ മറ്റൊരു കൂട്ടം ആളുകളുടെ ഒപ്പം അവരുടെ കൂടെ കൈയടിക്കുന്നു, സംസാരിക്കുന്നു, കേൾക്കുന്നു, അല്ലേ, ചിരിക്കുന്നു, ആശങ്കകൾ പറയുന്നു. ഇത് ഒരു 4-5 ദിവസം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇങ്ങനെ ഒരു സാംസ്കാരിക ഉണർവ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ പണ്ടേ ഉണ്ടാവേണ്ടതായിരുന്നു. ഇടക്കാലത്ത് നമ്മൾ കുറച്ച് വിരസന്മാരും അരസികന്മാരും ഒക്കെ ആയി പോയിരുന്നു. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗമാണ് ഇത്തരം സാംസ്കാരിക സംഗമങ്ങൾ.